ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അച്ഛനുണ്ട്, അച്ഛനും ജോലിക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഉച്ചക്കത്തേക്ക് കറിയായിട്ട് കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മെഴുക്കുവരട്ടാന്ന് കരുതിയിട്ട് അതിനുള്ള ഉള്ളി സവാളയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടുക് വറുത്തിട്ട് ഇതേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ സ്ഥലം കൊച്ചിയിലാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സ്ലാങ്ങിൽ സംസാരിക്കുന്നത്. കൊച്ചിക്കാരുടെ സ്ലാങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് ആരും കമന്റിൽ കവളിയാക്കിക്കൊണ്ടൊന്നും ഇട്ടേക്കല്ലേ. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതെ, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എന്ന് പറഞ്ഞത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കണത്. ഇവിടെ ചോപ്പർ ഉണ്ടെങ്കിൽ പോലും കൈ കൊണ്ട് അരിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവിയിൽ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ആവിയിൽ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ എടുക്കുന്നതേ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ ഹരിതകർമ്മസേനയിൽ നിന്ന്. അപ്പോൾ ആ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തതൊന്ന് വെക്കാനായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവറാണ് കേട്ടോ ഇത്. ഇതെനിക്ക് എന്താ പറയണേന്നൊന്നും അറിയില്ല. ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിച്ച സാധനം കേട്ടോ. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഉള്ളിത്തൊണ്ടും അതുപോലെ തന്നെ സവോളയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സൈഡിൽ അടുക്കളയുടെ സൈഡിൽ തന്നെയായിട്ടാണ് കേട്ടോ ഞാനിത് വെക്കാറുള്ളത്. അപ്പം അങ്ങനെ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി അച്ഛൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് പീസ് വരിപ്പം പിന്നെ അതുപോലെ തന്നെ ചെറുപയറും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു കണ്ടെയ്നറാണ് കേട്ടോ. ഇതിൽ നമുക്ക് നല്ല സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രാണികളൊന്നും കയറാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ, ഞാൻ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. അല്ലെങ്കിൽ മീഷോയിൽ സെർച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പം അത് പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ എണീക്കണ കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ എണീക്കാറുള്ളത്. അപ്പം എനിക്ക് ഇതൊന്നും മടക്കി വെക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ആള് പോയി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനിതൊന്ന് എല്ലാം കറക്റ്റാക്കി ഒന്ന് വിരിച്ച് സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇനി ഇപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എൻ്റെ മേക്കപ്പിലോട്ട് കിടക്കണതാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കേട്ടോ. കണ്ണ് എഴുതി കൊടുക്കും, പിന്നെ പൊട്ട് തൊട്ട് കൊടുക്കും, കമ്മലും ഇടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് മാത്രമേ കമ്മൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാറുള്ളൂ കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ടൊക്കെ ഒരുങ്ങി തന്നെയാണ് പോകാറുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ അടുക്കളയിൽ എനിക്ക് കൂട്ടിനായിട്ട് ഒരാളെ കൊണ്ടുവന്ന് ചേട്ടൻ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അതിലോട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അത് ഞാൻ വീട്ടിൽ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാരറ്റ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടന് ചോറ് വെട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ വെണ്ടക്കത്തിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തത്. വെണ്ടക്കത്തിയിലും പപ്പടം കാച്ചതാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ റേഷനറിയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. ചോറും അതുകൊണ്ട് വെളുപ്പിന് തന്നെ വെച്ചുകൊണ്ട് ചോറും ആയിട്ടുണ്ട് കേട്ടോ. പണിയൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇയാളെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ആദ്യമേ പറഞ്ഞില്ലേ ലാസ്റ്റ് കാണിക്കുക എന്നുള്ളത്. ആളെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പം ഇത്രയൊക്കെ ഉള്ളട്ടെ എൻ്റെ വിശേഷങ്ങൾ. അടുത്തതായിട്ട് കാണാമെന്ന് പറയാം. ബൈ.